ഗുജറാത്തിന്റെ വിശേഷങ്ങൾ കണ്ടു നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നു, കൂട്ടത്തിൽ പല റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു, വ്യത്യസ്തമായ വിഭവങ്ങൾ മനസ്സിലാക്കുന്നു, രുചിച്ചു നോക്കുന്നു, പിന്നെ ബേക്കറീസിൽ പോകുന്നു, സ്വീറ്റ് ഹൗസസിൽ പോകുന്നു. പക്ഷെ നമ്മൾ ഇവിടുത്തെ ജനങ്ങളുമായി ഒന്ന് ഇന്ററാക്ട് ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ വീട്ടമ്മമാർ, ഇവിടുത്തെ ശരിക്കും ഗുജറാത്തി ഹൗസ് വൈഫ്സ്, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീടുകളും ഞാൻ ഈ യാത്രയുടെ കൂട്ടത്തിൽ ആ വീടുകളിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഒരു വീട് അന്വേഷിച്ചാണ് വന്നത്. ഇത് മിസ്സസ് സുധാ ഭട്ട്, മിസ്റ്റർ ഭട്ട് ആൻഡ് മിസ്സസ് സുധാ ഭട്ട്, അവരുടെ ആ ഫാമിലി താമസിക്കുന്ന വീട്. ഏതാണ്ട് അതിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഉള്ളിലേക്ക് പോകാം, അവരെ പരിചയപ്പെടാം. നമസ്തേ. ഓക്കെ, മിസ്സസ് സുധാ ഭട്ട്, മിസ്റ്റർ ഭട്ട്, പിന്നെ സുധാ ബഹൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അവരുടെ ചെറുമോനാണ്. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്, മരുമകളുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് പോകും. മാനിത്, ഓക്കെ, പ്ലീസ് കം. There's my kitchen. Let's have something. Our own Gujarati items. Yeah, please come. അപ്പൊ കിച്ചണിലേക്ക് തന്നെയാണ് എന്നെ ആദ്യമേ ക്ഷണിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് എന്തായാലും ഗുജറാത്തി ഐറ്റംസ് കാണാനാണ് താല്പര്യം എന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഹായ്, ഹലോ. ഓക്കെ, ഡോക്ടറിലാണ് സുധാ ബഹന് ഇവിടെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കുക്കറി എക്സ്പേർട്ട് എന്ന് തന്നെ പറയാം. കാര്യം ഇവിടുത്തെ ദൂരദർശനിൽ കുക്കറി ഷോസ് ചെയ്യുന്ന ആളാണ് റെഗുലറായിട്ട്. ആൻഡ് ഡോക്ടർ ലോ ഈസ് ഓൾസോ ഡൂയിങ് സ്വീറ്റ് ടീം കൂട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഗുജറാത്തി ഫുഡിന്റെ കാര്യത്തിൽ ഒരു എക്സ്പേർട്ട് എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മൾ ഐറ്റംസ് കണ്ടു തുടങ്ങാൻ പോവാണ്. സോ ഫസ്റ്റ് യു ആർ ഗോയിങ് ടു മേക്ക് ഫോർ Khandvi. ഖാൻഡ്വി എന്ന് പറയുന്നത് ഒരു ഗുജറാത്തി. Khandvi is a typical ഗുജറാത്തി. And it is quick, easy, but it requires a little care. ഖാൻഡ്വിയുടെ മേക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കടലമാവ് ബേസിൻ, അതും അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഉപ്പ്, പിന്നെ മോര്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യും. കടലമാവ്, 1 കപ്പ് കടലമാവിലേക്ക് 3 cups of 3 കപ്പ് മോര് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അടുപ്പ് കത്തിച്ചിട്ടില്ല, ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അതിൽ ഉപ്പ്, കായപ്പൊടി, ഈ 2 കാര്യങ്ങൾ ചേർക്കുക. അപ്പൊ അടുപ്പ് കത്തിച്ചു കൊടുത്തു. ഇനിയിപ്പോ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് സ്വീറ്റിയിലേക്ക് കാര്യങ്ങൾ. ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, 1 നുള്ള കായപ്പൊടി കൂടി ചേർക്കും. അപ്പൊ പാരലായിട്ട് ഇത് നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതായത് പരന്ന പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നമ്മളോടൊപ്പം ഒരു പുതിയ ആളും കൂടി ജോയിൻ ചെയ്യാണ്. ഇത് ചന്ദ്രി ചേച്ചിയാണ്, മലയാളിയാണ്. അതാണ് എന്റെ പ്രത്യേകത. ഇത് സുധാ ബഹന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. വർഷങ്ങളായിട്ട് ഇവിടെ അഹമ്മദാബാദിൽ തന്നെയാണ്. എത്ര വർഷമായി? 30 years ആഫ്റ്റർ മാരേജ്. അപ്പൊ മലയാളി, പയ്യന്നൂരാണ് സ്വദേശി. ഇവിടുത്തുകാരായി കഴിഞ്ഞു. അപ്പൊ സുധാബാന്റെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും തിരിച്ചും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പൊ ശരിക്കും എല്ലാ ഗുജറാത്തി വിഭവങ്ങളും അറിയായിരിക്കും. വീട്ടിൽ ചെയ്യും. അപ്പൊ ഇപ്പൊ മലയാളി വിഭവങ്ങളൊന്നും ഇപ്പൊ വീട്ടിൽ സാധാരണയായിട്ട് എന്താ ചെയ്യണം, നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ. പക്ഷെ എന്നാലും ഇവിടുത്തെ കാര്യങ്ങളും ഇഷ്ടമാണ്. കുട്ടികൾക്കും അതാ ആണല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ എന്താ പറയാ, ഖാൻവിയുടെ ആ മാവ് ഇങ്ങനെ കുറുകി തുടങ്ങി, കുറച്ചുകൂടി ടൈറ്റ് ആകണം. അപ്പൊ അതുവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കും. വെച്ച് കുറുക്കിക്കൊണ്ടുവന്ന കാര്യം നല്ല കട്ടിയായി. അതിന്റെ ഒരു പാകം കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ പ്ലേറ്റിൽ ആ രീതിയിൽ ഇങ്ങനെ പരത്താൻ പറ്റുള്ളൂ. എന്നിട്ട് ഒരു പ്ലേറ്റിന്റെ മറു സൈഡിലും 2 സൈഡിലും ഉള്ളിലും പുറത്തും കുറച്ചെണ്ണ തടവിയിട്ട് അത് കനം കുറഞ്ഞ രീതിയിലൊന്ന് പരത്തണം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ അതിങ്ങനെ ഒരു ദോശമാരി ഇങ്ങനെ റോൾ ചെയ്താൽ മതി. ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ റോൾ ചെയ്താൽ
ക്ലീൻ ആയിട്ട് ഇറങ്ങി വരും. അപ്പൊ ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിമ്പിളാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അതൊരു ചെറിയൊരു ട്രിക്കാണ്. അത് കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണി പാടും. അതിന് ഘനം കുറഞ്ഞ രീതിയിൽ അത് പരത്തണം പ്ലേറ്റിന്റെ മുകളിലായിട്ട്. പിന്നെ മാവ് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പരത്താനും പറ്റില്ല. അപ്പൊ ചൂടോടുകൂടി തന്നെ ഇതിങ്ങനെ വളരെ തിന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കും. അപ്പോൾ എല്ലാം തന്നെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരല്പം നടക്കാനായിട്ട് സമയം കൊടുത്താൽ മതി. വളരെ ഈസിയാണ് പിന്നീട് ഇതിങ്ങനെ റോൾ ചെയ്യാൻ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്താൽ. അപ്പോൾ കാന്ത്വിയുടെ ഏതാണ്ട് പകുതി മുക്കാൽ ഭാഗം ജോലി കഴിഞ്ഞു. ഇനി ഇതിലൊരു താളിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു തടുക്ക. ഇനി കുറച്ച് എണ്ണയിൽ കടുക്, മസ്റ്റേർഡ് സീഡ്സ്, കുറച്ച് കായപ്പൊടി കൂടി ഇടുന്നു. പിന്നെ കറിവേപ്പില. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, കുറച്ച് എള്ള, വെളുത്ത എള്ള. അപ്പോൾ കാന്ത്വി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരുടെയും ശ്രമഫലമായിട്ട് 3 കൈകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. മദർ-ഇൻ-ലോയും ഡോട്ടർ-ഇൻ-ലോയും കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം ആളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗുജറാത്തി ആയി മാറിക്കൊണ്ടിരിക്കുന്ന മലയാളി ചേച്ചി. അപ്പോൾ കൊള്ളാലോ, എല്ലാവരുടെ കൈകളിലൂടെയും ഇത് പോയി. അപ്പോൾ കാന്ത്വിയുടെ പ്രിപ്പറേഷൻ വളരെ സിമ്പിൾ, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പോൾ ഏറ്റവും മേളിലാണ് ഇങ്ങനെ ടെമ്പർ ചെയ്തിട്ട് തടുക്കുക. അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. സോഫ്റ്റ് ആണ്, വെരി സോഫ്റ്റ്. ഇറ്റ് ഹാസ് ടു ബി. പാലിങ്ങനെ അലിഞ്ഞു പോകണം. If by mistake there is some lump inside it, it won't become like soft like this. So this is perfect. Thank you. Anyway, thank you very much. You're welcome.